ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. പക്ഷെ നമ്മൾ മറൈൻ ഡ്രൈവിലല്ല ഇന്ന് പോകുന്നത്. ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ പോകുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ്. വില്ലിംഗ്ടൺ ഐലൻഡിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനു മുമ്പ് ഞാനിവിടെ മറൈൻ ഡ്രൈവിൽ വന്നേക്കാണ് കേട്ടോ. ഇവിടെ ശരിക്കും വന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിനും കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇവിടെ ഒരുപാട് ബോട്ടുകളും ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ കാറ്റുകൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഇത്. അപ്പം ഞാൻ നടന്നു പോണതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കണ്ടത്. ഇത് വേറൊന്നുമല്ല, പഗ്സിനെ വളർത്തരുതെന്നാണ് ഈ ക്യാമ്പയിനിൽ അവർ ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഗ്ഗില്ലേ, നമ്മുടെ പഗ് പട്ടി, അതൊരു ജനിതക വ്യതിയാനം മാറ്റിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഡോഗാണ്. അപ്പോൾ അതിന് ശ്വസനത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ഈ തൊങ്ങി വരുന്നതാണ് എൻ്റെ കൂട്ടുകാരൻ. ഇവനും ഞാനും ഒരുമിച്ച് നഴ്സിംഗ് പഠിച്ചാണ്. അപ്പോൾ ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് എഴുതുകൊണ്ടിരിക്കുന്നത്. ഇവൻ അത് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടാ. അപ്പോൾ അവിടെ നിന്ന് ഒരു നല്ലൊരു അവിൽ മിൽക്കും കുടിച്ച് അവിടെ നിന്ന് പിന്നീട് പോവാമെന്ന് വിചാരിച്ച് വെല്ലിംഗ്ടണിലേക്ക്. അങ്ങനെ നടന്നിട്ട് ബോട്ട് ജെട്ടിയിലേക്കാണ് കേട്ടോ പോണത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ബോട്ടുണ്ട് വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ട് കയറി. ഈ ബോട്ട് ഇതിനു മുമ്പും ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് മെയിനായിട്ട് വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള ബോട്ടല്ല കേട്ടോ. ഇത് ശരിക്കും ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടാണ് ഗവൺമെൻറ്റിൻ്റെ. പക്ഷേ ഇതിൽ നമുക്ക് കായൽ കാഴ്ചകളും ഒരുപാട് എക്സ്പീരിയൻസ് തരുന്ന ഒരു ബോട്ട് തന്നെയാണ്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതിൽ പല പ്രാവശ്യം കയറിയിട്ടുണ്ടെങ്കിലും ഇതൊരു പുതിയതായിട്ട് തോന്നി എപ്പോഴും. കാരണം പല സ്ഥലത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ മനോഹരമായിട്ടുള്ള സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ഐലൻഡാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഈ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നതിൽ അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നമ്മുടെ ഈ കൊച്ചി എന്ന് പറയുന്നത് ഒരു കപ്പൽ അടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലായിരുന്നു, കപ്പൽ ചാലില്ലായിരുന്നു അവിടെ. അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡ് അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായതാണെന്നും പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് കുറേ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് കൊച്ചിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടും നേരെ നടക്കാമെന്ന് വിചാരിച്ച്. കുറേ ബോട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങാട്ടൊന്നുമില്ലാതെ ചുമ്മാ നടന്ന്. ശരിക്കും ഈ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് വെച്ചാൽ ഒരു 9 വർഷം കൊണ്ട് പണികഴിപ്പിച്ച ഒരു മാൻമെയ്ഡ് ഐലൻഡാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ ഹോട്ടൽ മലബാറൊക്കെ ഉള്ളത്. അത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ധോണിയൊക്കെ കളിക്കാനൊക്കെ വരുമ്പോൾ ഇവിടെ നിൽക്കാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ വില്ലിംഗ്ടൺ ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. 9 വർഷം കൊണ്ട് റോബർട്ട് ബ്രിസ്റ്റോ പണിയെഴുപ്പിച്ച ഒരു ഐലൻഡാണിത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ മാൻമെയ്ഡ് ഐലൻഡും കൂടിയാണ്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കൊച്ചിൻ മുസ്ലിംസ് ബിനാലെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിൽ ആർട്ടിലൊക്കെ ഒന്നും അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. കൊച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നുണ്ട് കേട്ടോ, കൊച്ചിൻ മുസ്ലിംസ് ബിനാലെ. പക്ഷെ ഞങ്ങളവിടെ കയറിയില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഈ മ്യൂസിയമാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ മ്യൂസിയം ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയേട്ടാ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച് കയറിപ്പോയതിൽ ഞങ്ങൾക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കാണേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ദ്വീപ് എങ്ങനെയൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ കപ്പൽ, അതിൻ്റെ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ കപ്പലിൻ്റെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെക്നോളജീസ്, അതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയം പോലെയായിരുന്നു കേട്ടോ അത്. അപ്പം ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനായിട്ട് ബോട്ട് കാത്ത് നിൽക്കുമായിരുന്നു. പിന്നെ ബോട്ട് വന്നതിന് ശേഷം അതിൽ കയറിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. ഫോർട്ട് കൊച്ചിയിലും ഇതുപോലത്തെ ചെറിയ മ്യൂസിയങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഞങ്ങൾക്ക് കുറച്ച് ഹിസ്റ്റോറിക് പ്ലേസുകൾ വിസിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ സെർച്ച് ചെയ്ത് അറിയാൻ കഴിഞ്ഞു ഞങ്ങൾ പോകുന്ന സ്ഥലം ക്ലോസ്ഡ് ആയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെയും പ്ലാൻ മാറ്റി.
പ്ലാൻ മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും മ്യൂസിയംസ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി നടന്നപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു മ്യൂസിയം പോലത്തെ സെറ്റപ്പ് കണ്ടു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ ആർട്ട് വർക്കുകളാണ്. ഞങ്ങൾ രണ്ടുപേരും ആർട്ട് വർക്കിൽ അത്ര ഇൻട്രസ്റ്റഡ് അല്ല. കാരണം ഒന്നല്ല, വേറൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇത് കുറേ നേരം നോക്കി നിന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞങ്ങളത് വിട്ട് പിന്നീട് ഞങ്ങൾ ഒരു അക്വേറിയം ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വലിയ 2 പിരാനേനെ കണ്ട്. പിന്നെ അലിഗേറ്റർ ഗാർ അടക്കമുണ്ടായി, ചക്കര അടക്കമുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ നേരം നോക്കി നിന്നു. ഇത് അലിഗേറ്റർ ഗാറാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കൈയൊക്കെ കടിച്ച് പീസാക്കും, അത്രയും സ്ട്രോങ് ആണ്. പിന്നെ ഞങ്ങൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ ഐറ്റംസ് ആണ് കേട്ടോ. അത് ഒരു ആനനെ കണ്ടിട്ട് നോക്കിയതാണ്, അവന് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ഭയങ്കര കോസ്റ്റ്ലി കൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ അക്വേറിയം ഷോപ്പിൽ വന്നിട്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നോക്കി വിലയൊക്കെ ചോദിച്ച്, എല്ലാ മലയാളികളെയും പോലെ തന്നെ ഞങ്ങളിവിടെ ഫുള്ള് വിലയൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ അവന് ഒരു കോഴിക്കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 എടുക്കാമെന്ന് വിചാരിച്ചു. കളർ കോഴിയാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞു. അത് എത്ര ദിവസം ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വളരെ ചീപ്പും ആയിരുന്നു. എന്തായാലും ഇപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാനെടുത്ത് നോക്കിയപ്പോൾ വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ഇഗ്വാന എന്നാന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നപ്പോഴും ഇങ്ങനെ സ്റ്റക്കായിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഫ്രണ്ടിലും പോയി വീഡിയോ എടുത്ത് നോക്കി, അപ്പോൾ സ്റ്റക്കായിട്ടായിരിക്കുന്നത്. ഇത് അനങ്ങുന്നേ ഇല്ല. അപ്പം ഞാൻ വാലുമ്മ പിടിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ വാലുമ്മ ഒന്ന് തൊട്ടാനങ്ങെന്ന് പറഞ്ഞു. അങ്ങനെ വാലുമ്മ തൊട്ടപ്പോൾ അനങ്ങി. അപ്പോൾ നല്ല വലിയ വാലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ വാലിനൊക്കെ അടിയുള്ളൂ. പിന്നെ വേറൊരു മ്യൂസിയം സെറ്റപ്പിലെത്തി. മ്യൂസിയം അല്ല, അതും ഒരു ആർട്ട് വർക്ക് രീതിയിലുള്ള സംഭവമാണ്. ഞങ്ങൾക്കതും അത്ര ക്ലിയർ ആയില്ല. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നാൽ അവിടെയും കൂടി ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ വരുന്ന ടൈമിൽ കൊച്ചി മുസിരീസ് ബിനാലെ എല്ലായിടത്തും നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതും ആർട്ട് വർക്ക് സെറ്റപ്പാണ്. പിന്നെ അത് ഭയങ്കര കോസ്റ്റ്ലിയുമാണ്. അപ്പോൾ ഞങ്ങളവിടെ കയറിയില്ല. ഞങ്ങളിവിടെ കയറി. ഇതും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. വലിയ രീതിയിലുള്ള തുണികളൊക്കെ, ഇതൊക്കെ ഒന്നും ഞങ്ങൾക്ക് കണ്ടിട്ടേ മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ടതിന് ശേഷം ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിക്ക് എടുക്കണമെന്ന് പറഞ്ഞത് ജനലിൻ്റെ അടുത്തുനിന്ന്. അവിടെ നല്ലൊരു വ്യൂ ഉള്ളതുകൊണ്ടാണ് പിക്ക് എടുക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് പിക്കൊക്കെ എടുത്തു അവിടെ നിന്ന്. അത് വലിയ കുഴപ്പമില്ലാത്ത പിക്കുകളായിരുന്നു. അങ്ങനെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വീഡിയോ കാണുന്നതായിരിക്കെങ്കിലും ഈ സാധനങ്ങൾ എന്താണ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നിട്ടും ഒന്നും മനസ്സിലാകാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. വേറെ എല്ലായിടത്തും പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനസ്സിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ കയറിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ അധികം വൈകാതെ ഇറങ്ങി. ഇത് കൊച്ചി മുസിരീസ് ബിനാലെ നടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ഇവിടേക്കൊന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് റോറോ കയറാനായിട്ടാണ് കേട്ടോ. റോറോ കയറിയിട്ട് അപ്പുറത്ത് വൈപ്പിലേക്ക് ഇറങ്ങാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ അവരൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ആർട്ടിസ്റ്റുമാരെയൊക്കെ സമ്മതിക്കണം, ഇത്ര നല്ല ചിത്രങ്ങളൊക്കെ വരക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അതുകൂടാതെ അത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റോറോ കയറി. റോറോ എന്ന് പറയുമ്പോൾ ഒരു യാത്രാ സംവിധാനം ഉണ്ടോ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും വരാൻ പറ്റിയൊരു സംവിധാനമാണ്. ഇതിൽ നമുക്ക് വണ്ടിയൊക്കെ കയറ്റാൻ പറ്റും. ഏറ്റവും നല്ലൊരു യാത്രാ സംവിധാനം ഇത് തന്നെയാണെന്ന് പറയാം. കാരണം നമുക്ക് കൊച്ചിയുടെ ട്രാഫിക് കോസ്റ്റിപ്പാലം വഴി തന്നെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രാഫിക്കൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ട്രാഫിക്കൊന്നും ഇല്ലാതെ പോകാൻ പറ്റിയൊരു യാത്രാ സംവിധാനമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കപ്പലൊക്കെ കണ്ടിരുന്നു. ഇതൊരു നേവിയുടെ കപ്പലാണ് കേട്ടോ. എന്തായാലും വില്ലിംഗ്ടൺ ഐലൻഡിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.